ഓസിലേഷൻ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് എഴുതി വെച്ചോളൂ. എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്കറിയാവുന്നതുപോലെ മെക്കാനിക്കൽ എനർജി ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മെക്കാനിക്കൽ എനർജിയും ഇറ്റ് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അത് സം ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജിയെ നമുക്ക് കെ ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. കെ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. പക്ഷേ നമുക്കറിയാം ഈ വി എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സിനുസോയിഡലി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് അത് എഴുതി വെക്കാം. ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഉണ്ട്, അത് കണ്ടിട്ട് പഠിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിക്ക് പകരം ഇത് കൊടുക്കുന്നു, അതിനെ സ്ക്വയർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതിനെ മൊത്തം സ്ക്വയർ ചെയ്യണം, കാരണം ഈ ഇക്വേഷനിൽ സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത ലൈനിൽ എന്ത് കിട്ടും നമുക്ക്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു മൈനസിനെ സ്ക്വയർ ചെയ്താൽ അത് പ്ലസ് ആവും. എനെ സ്ക്വയർ ചെയ്താൽ അത് എ സ്ക്വയർ ആവും, ഒമേഗൻ്റെ സ്ക്വയർ. പിന്നെ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ ചെറിയൊരു ഡൗട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊന്നും സ്ക്വയർ എടുക്കാത്തതെന്നാണ്. അപ്പോൾ സൈൻ തീറ്റ ഓൾ സ്ക്വയർ എന്ന് പറയുന്നതും സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും സെയിം ആണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ എം ഒമേഗ സ്ക്വയർ ഇതും ഒരു ബേസിക് നോളജാണ്, നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്നല്ലേ. അപ്പം എന്തായിരിക്കും എം ഒമേഗ സ്ക്വയർ? ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയറിന് പകരം നമ്മൾ കെ കൊടുക്കുന്നു, കെ എ സ്ക്വയർ. ബാക്കിയുള്ളത് എന്താണ്? സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് പി ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. അപ്പോൾ അത് നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറിൽ നമുക്കറിയാം. സ്പ്രിങ്ങിൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇപ്പുറത്ത് എഴുതി വെക്കാം. ഓൾറെഡി അറിയാം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക? എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചാൽ ഈ ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജി കിട്ടി, ഈ ഇക്വേഷൻ പ്രകാരം പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ടി ഇ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എഴുതാം. കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ടോട്ടൽ എനർജി കണ്ടപ്പോൾ ഹാഫ് കെ എ സ്ക്വയർ ഇത്രയും ഇവിടെ കോമൺ ആണ് അല്ലേ. പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തുണ്ടാവും? സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. നോട്ടിൻ്റെ കൂടെ എഴുതണേ, കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. ആവശ്യമുള്ളവർക്ക് സൈഡിൽ എഴുതി വെക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു
ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ. ഇത് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത, ദിസ് ഈസ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഈ ഇക്വേഷൻ ടൈം ഡിപ്പെൻഡൻ്റ് അല്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം. അപ്പോൾ എഴുതി വെക്കുക, ഫ്രം എബോവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the total mechanical energy of a harmonic oscillator is independent of time. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരു സിമ്പിൾ ഹാർമോണിക് സിസ്റ്റത്തിൻ്റെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ഹാഫ് കെ എ സ്ക്വയറിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. എഴുതിക്കോളൂ, ദി വേരിയേഷൻസ് ഓഫ് പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജീസ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് വരയ്ക്കാം. അതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് മെയിൻ പൊസിഷൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള പൊസിഷനാണ്. അത് ആംപ്ലിറ്റ്യൂഡ് വരെ നമ്മൾ എടുക്കും. അതുപോലെ വൈ ആക്സിൽ നമ്മൾ എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഈ ഡോട്ടഡ് ലൈനാണ് നമ്മൾ ടോട്ടൽ എനർജി, ഇതാണ് ഇത്രയാണ് ഫിക്സ് ചെയ്തതെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ എനർജി നമ്മൾ വൈ ആക്സിൽ എടുക്കുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിയാൽ ദാ ഇത്ര എനർജിയാണ് കിട്ടണമെങ്കിൽ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ തുടങ്ങിക്കഴിഞ്ഞ് ഈ ഓസിലേറ്റർ ഇങ്ങോട്ടും അതുപോലെ ഇങ്ങോട്ടും പോകുമ്പോൾ ഈ എവിടെയും ഇതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടി നോക്കിയാൽ നമുക്ക് ഇത് കിട്ടുമെന്നാണ്. ഇപ്പോഴും പല കുട്ടികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. അതിൻ്റെ കാരണം ഇത് മെയിൻ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ മൗസ് കേഴ്സർ ശ്രദ്ധിക്കുക. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് എൻഡിൽ ഈ മൗസ് എത്തുമ്പോൾ, അല്ലെ മൗസിൻ്റെ കേഴ്സർ എത്തുമ്പോൾ അത് റെസ്റ്റിൽ വരുന്നുണ്ട് അല്ലേ. റെസ്റ്റിൽ വരുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആണ്. അതെവിടെയായിരിക്കും 0 ആവുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ഇതിപ്പം പൊട്ടൻഷ്യൽ എനർജിയാണ്, അതുപോലെ കൈനറ്റിക് എനർജിയുടെ കർവ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ 2 ഡോട്ടഡ് ലൈൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ്, അതായത് മെയിൻ പൊസിഷനിൽ ഇങ്ങോട്ടുള്ള ആംപ്ലിറ്റ്യൂഡാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഇത് x0 എന്ന പൊസിഷൻ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡും ഇത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡും ആണെങ്കിൽ മെയിൻ പൊസിഷനിൽ ഓസിലേറ്റർ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കേഴ്സർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു അല്ലേ. 2 എൻഡിൽ ഏത് എനർജിയാണ് 0 ആവുന്നത്? അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആവുന്നു. എന്ന് വെച്ചാൽ ഇതാണല്ലോ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ, ഇതാണല്ലോ വൈ ആക്സിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലും എനർജി 0 ആണ്, അത് കൈനറ്റിക് എനർജിയാണ്. എന്നാൽ ഈ മെയിൻ പൊസിഷന് ഈ എൻഡിലെത്തുമ്പോൾ സ്പ്രിങ് മാക്സിമം സ്ട്രെച്ച് ആവുകയോ അല്ലെങ്കിൽ മാക്സിമം കംപ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം, ഹാഫ് കെ എക്സ് സ്ക്വയർ, എക്സ് കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആവുന്ന 2 എൻഡുകളിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന 2 ഡോട്ടുകൾ. അപ്പോൾ റെഡ് കളറിൽ കാണുന്ന ഗ്രാഫ് 2 എൻഡിൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കുറയുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് വന്ന് മെയിൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത് കാണിക്കുന്നു. എന്നാൽ ഒരു ഓസിലേറ്റർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പീഡ് എവിടെയാണ്? മെയിൻ പൊസിഷനിലാണ്. അതുകൊണ്ട് 2 എൻഡിൽ 0 ആവുന്ന കൈനറ്റിക് എനർജി ഓസിലേറ്റർ മെയിൻ പൊസിഷനിലേക്ക് പോകുമ്പോൾ സ്പീഡ് കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി കൂടി പൊട്ടൻഷ്യൽ എനർജി 0 ആയെടുത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? കൈനറ്റിക് എനർജി 0 ആവുന്നിടത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയെടുത്ത് കൈനറ്റിക് എനർജി മാക്സിമം. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവിടെ എവിടെയും നിങ്ങൾ ഇത് രണ്ടും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ടോട്ടൽ എനർജി TE, ദാറ്റ് ഈസ് ഈക്വൽ ടു KE പ്ലസ് PE ആയിരിക്കും. അപ്പം നിങ്ങൾ എഴുതി വെക്കണം, വൈ ആക്സിസിൽ എന്താണുള്ളത്? എനർജി. അതേപോലെ എക്സ് ആക്സിൽ ഞാൻ ഓൾറെഡി ഈ മെയിൻ പൊസിഷൻ x0 അടയാളപ്പെടുത്തി. അതുപോലെ റൈറ്റ് സൈഡിലേക്കുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പ്ലസ് എ, ലെഫ്റ്റ് സൈഡിലേക്കുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മൈനസ് എന്ന് അടയാളപ്പെടുത്തി. ഇനി ഈ യെല്ലോ കളറിൽ കാണുന്നത് 2 എൻഡിൽ 0 ആവുന്നത് ഇത് കൈനറ്റിക് എനർജിയാണ്. അതുപോലെ റെഡ് കളറിൽ കാണുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻ അല്ലേ, ഇവിടെ എന്താണ്? ഈ എ എന്ന പോയിന്റിലുള്ള
പ്രത്യേകത എന്താണ്? ഇവിടെ കൈനറ്റിക് എനർജി കൂടി വരുന്നു, അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നു. ഈ പർട്ടിക്കുലർ പോയിന്റിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിരിക്കും. പ്ലീസ് നോട്ട് ദാറ്റ് അറ്റ് എ ആൻഡ് അറ്റ് ബി, ഈ രണ്ട് പോയിന്റിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിരിക്കും. എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഓർക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് കരുത്. മീൻ പൊസിഷനിൽ മാക്സിമത്തിൽ എത്തിയിട്ടില്ല, എന്നാൽ മിനിമത്തിൽ മീൻ പൊസിഷനിലല്ല താനും. അപ്പോൾ എക്സ് ദൂരത്ത് ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുമല്ലോ. അപ്പോൾ ഈ എക്സ് എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഇപ്പം വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ആ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു a/√2 ആണ്. a/√2. ഇതിന് പ്രൂഫുണ്ട്. നമ്മൾ ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു തരും. ഇപ്പം നിങ്ങൾ തൽക്കാലം നോട്ട്ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെക്കുക, റെഡ് കളറിൽ പേന കൊണ്ട് എഴുതി വെക്കുക. അറ്റ് എക്സ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് SHM is ഈക്വൽ. ആ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ബൈ √2 ആയിരിക്കും. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സ് അത് ലെഫ്റ്റിലേക്കാണെങ്കിലും റൈറ്റിലേക്കാണെങ്കിലും ഇപ്പം ഞാനിവിടെ ഇപ്പുറത്തേക്ക് കാണിച്ചത് കണ്ടോ, ഇതും അതേ ഡിസ്റ്റൻസ് തന്നെയാണ് എക്സ്. അത് എത്ര ആയിരിക്കും? a/√2 ആയിരിക്കും.